ആദ്യമേ തന്നെ പറയട്ടെ, ഈ പരാതി എങ്ങനെ പുറത്തു വന്നു എനിക്ക് അറിയില്ല. പരാതിയിൽ ഞാൻ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ആ നടന്റെ പേരോ ആ സിനിമയുടെ പേരോ പൊതുസമൂഹത്തിന്റെ മുന്നിലും മാധ്യമത്തിന്റെ മുന്നിലും വരാൻ പാടില്ല എന്നുള്ളത്. കാരണം തെറ്റൊരാളാണ് ചെയ്തത്. ആ സിനിമ മൊത്തം അതിനുവേണ്ടി അതിന്റെ ഇപ്പം ഒരു സിനിമ ഇറങ്ങാതിരിക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഇനിയും സിനിമകൾ ഇറങ്ങാനുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിനയം പകുതിയിൽ വെച്ച് എത്തി നിൽക്കുന്ന സിനിമകളുണ്ട്. അപ്പം ഒരാൾ കാരണം ബാക്കി എല്ലാവരും അനുഭവിക്കേണ്ടത് ശരിയാണെന്ന് എനിക്ക് നിലപാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാനുള്ള എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ പേര് മോശമായി കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ബിസിനസിനെയും എല്ലാത്തിനെയും ബാധിക്കുമെന്നും ഉള്ള വ്യക്തമായ ബോധമുള്ളതുകൊണ്ടാണ് എന്റെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരോ സിനിമയുടെ പേരോ പുറത്തു വിടരുത് എന്ന് ഞാൻ എല്ലാ പരാതിയിലും ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതെങ്ങനെ പുറത്തു വന്നു എന്നെനിക്കറിയില്ല. എനിവേസ് ഇറ്റ് ഹാപ്പൻഡ്. എനിവേസ് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ ഇങ്ങനെയൊരു പരാതി ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ ആദ്യമേ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് പുറം ലോകത്തിനോട് പറഞ്ഞത് എങ്കിൽ പോലും എന്താ പറയാ, പിന്നീട് അങ്ങോട്ട് എന്നെ കുറേ നമ്മുടെ സിനിമ രംഗത്തുള്ള ഓർഗനൈസേഷൻസ് എല്ലാവരും ബന്ധപ്പെടുകയും അതിന്റെ നിയമ നടപടികളും എല്ലാതും നമ്മളെ വ്യക്തമാക്കി പറഞ്ഞു തരികയും ചെയ്തിരുന്നു. ആദ്യമേ തന്നെ ഒരു സിനിമയിൽ IC ഉണ്ടാവണമെന്ന്. നമ്മുടെ സിനിമയ്ക്ക് IC ഉണ്ടായിരുന്നു. ഈ സിനിമ സെറ്റിൽ ഇത് സംഭവിക്കുമ്പോൾ സിനിമയുടെ ICയിലെ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തി എന്നെ വന്ന് ബന്ധപ്പെടുകയും എന്നോട് പരാതിയുണ്ടോ എന്ന് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. സിനിമയുടെ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഞാനൊരു പരാതി ഇദ്ദേഹത്തിനെതിരെ കൊടുത്താൽ ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഒരു മൂവി എന്ന നിലയ്ക്ക് ആ സിനിമയ്ക്കുണ്ടാവുന്ന മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഒരു പരാതി നൽകുന്നില്ല എന്ന സിനിമയുടെ ICയോട് ഞാൻ പറഞ്ഞത്. അതിനുശേഷവും 3 മാസം വരെ നമുക്ക് പരാതി നൽകാമെന്നുണ്ട്. അതിനുശേഷവും നമ്മൾ പരാതിപ്പെട്ടാലും എഗെയിൻ ഈ സിനിമയുടെ ഭാവി ഒരു യാത്രയാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഒരാള് ചെയ്തതിന്റെ പേരിൽ എല്ലാവരും അനുഭവിക്കണം എന്ന് എനിക്കില്ല. അതുകൊണ്ട് ഇതിന്റെ പേരിൽ സ്വയം ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ലഹരി ചെയ്യുന്ന ആളുകളുമായിട്ട് ഞാൻ സിനിമ ചെയ്യില്ല എന്നും എന്റെ ജീവിതത്തിലും ഇത്തരം സാധനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു സ്വയം തീരുമാനം ഞാൻ എടുക്കുകയായിരുന്നു. ആൻഡ് കൃത്യമായിട്ട് ഈ ഒരു അനുഭവത്തിന്റെ പുറത്ത് എടുക്കുകയായിരുന്നു. പിന്നീടുള്ള പ്രോഗ്രാമിൽ ഇത് നടക്കുകയും പിന്നെയാണ് ഇത് വൈഡർ ഓഡിയൻസിലോട്ട് പോയതും തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും അതിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തത്.